Pooja ma'am, good morning. Good Nanda morning. sir, good morning. Good morning. Yes. Warm welcome. Good morning, sir. Yes, Sajida ma'am, good morning. Good morning. Yes, Sudhir sir, good morning. Good ISB. morning. Very good branding. Very good. Pooja ma'am, good morning. John sir, good morning. Shanti ma'am, good morning. ഗുഡ് മോർണിംഗ് സർ. യെസ്, എന്താണ് അവിടെ മഴ ഉണ്ടോ? ഇല്ല, ഇന്നൊരു മഴ കുറവുണ്ട്. ഇന്ന് കുറവുണ്ടല്ലേ? ഓക്കെ. അതെ. റൈറ്റ്. ഒബിയ മാം ഓക്കെ ആണോ? ആന്റണി സർ, ഗുഡ് മോർണിംഗ്. Good morning, sir. യെസ്, ഗുഡ് മോർണിംഗ്. വാം വെൽക്കം. Thank you. എങ്ങോട്ടുള്ള യാത്രയിലാണോ? യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ്? ഇറങ്ങാൻ വേണ്ടി പോവാ. അതായത് ലോഗിൻ ചെയ്തിട്ടിട്ട് കേട്ടോണ്ട് ചെയ്യാലോ. ഓക്കെ. ഗുഡ്. റൈറ്റ്. ഒബിയ മാം ഓക്കെ ആണോ? ഒബിയ മാം ഓക്കെ ആണോ? ഒബിയ മാം ഓക്കെ ആണോ? യെസ്, അബ്ദുൽ ജലീൽ സാർ, ഗുഡ് മോർണിംഗ്. Good morning, sir. യെസ്, വാം ഗുഡ് മോർണിംഗ്. ഒബിയ മാം ഓക്കെ ആണോ? മേഡത്തെ കാണുന്നില്ല. മേഡം സൗണ്ട് നോക്കിയാ ചെക്ക് ചെയ്തേ. സുനില മാഡം ഗുഡ് മോർണിംഗ്. ഹൈദരലി സാർ ഗുഡ് മോർണിംഗ്. Good morning, sir. Good morning. Yes, good morning, sir. യെസ്, വെൽക്കം. അബ്ദുൾ ജി സാർ, എന്താണ് ആലത്തൂർ വിശേഷം? മഴയൊക്കെ ഉണ്ടോ? ഇല്ല സർ, മഴയില്ല. ഇല്ലല്ലേ? ഇവിടെ ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. ഒബിയ മാഡം ഓക്കെ ആണോ? Good morning, sir. Good morning. യെസ് സാർ, ഗുഡ് മോർണിംഗ്. സാർ, മാഡത്തിന്റെ വോയിസ് ജബ എവിടെയോ എന്തോ ഒരു പ്രശ്നം. കഴിയുന്ന എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വരികയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും കേട്ടോ. ഒരു കണ്ടുകൊണ്ടുള്ള ഒരു കോൺവെർസേഷനാണ് എപ്പോഴും കൂടുതൽ നന്നാവുക. ഒരു ഇതെല്ലാവരും ഓൾമോസ്റ്റ് കിച്ചണിലും മറ്റുള്ള തിരക്കിലായിരുന്നു അറിയാം. അതി സാർ, നിങ്ങൾ രാവിലെ തന്നെ ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഇറങ്ങിയില്ലേ? ഓ, വെരി ഗുഡ്. എന്താണ് കോട്ടയ്ക്കൽ വിശേഷം? കോട്ടക്കൽ വിശേഷം ഇതാ നനുത്ത പ്രഭാതാണ്. മഴ മാറി ഒരു എന്താ പറയാ, ചിങ്ങത്തിലെ ചീഞ്ഞ മഴയ്ക്ക് ശേഷമുള്ള വളരെ കുളിർമയുള്ള ഒരു പ്രഭാതം. ആഹാ, അടിപൊളി. വെരി ഗുഡ്.
അല്ല അന്ന് തുടങ്ങിയില്ല 7:05 തുടങ്ങിയില്ല. അല്ല മാഡത്തിന്റെ വോയിസിന് എന്തോ ഒരു പ്രശ്നം, എവിടെയോ എന്തൊക്കെയോ ഒരു ദീർഘനിശ്വാസത്തോടു കൂടിയാണ് ഒബിയ മാഡം അത് ഓവർകം ചെയ്യുന്നത്. മാഡം ഡോൺ വറി, അതുവരെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. പ്രീജ മാം കറിക്ക് അരിയാണോ? പ്രീജ മാം വോയിസ് മ്യൂട്ടാണ് മാം. പ്രീജ മാം വേണ്ട, ഞാൻ ഇവിടുന്ന് മാറ്റിത്തരാം. എന്താ അറിയുന്നത്? ഇത് ബീൻസും ക്യാരറ്റും ആണ്. ബീൻസ് ക്യാരറ്റ് ഇന്ന് കൊടുത്തു വിടണം. ഇന്ന് അങ്ങനെ ഫ്രൈ റൈസ് എന്ന് പറയാൻ പറ്റൂല, ഒരു റൈസ് അത്രേ ഉള്ളൂ. ക്യാരറ്റും ബീൻസും ഇട്ട് ഒരു റൈസ് വെച്ച് കൊടുത്തു വിടും. വെരി ഗുഡ്. 7:50 പോണം. ഓ ഒബിയ മാം ഓക്കെ ആണോ? ഏ ഇല്ല, കൈ മാത്രമേ കാണുന്നുള്ളൂ, ശബ്ദം കേൾക്കുന്നില്ല. ഒന്ന് ഗുഡ് മോർണിംഗ് സർ. യെസ് മാഡം, ഗുഡ് മോർണിംഗ്. ജുൽന മാം ഗുഡ് മോർണിംഗ്. മാഡം ഒന്ന് വീണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിയേ, റീജോയിൻ ചെയ്ത് നോക്കിയേ. ശിവദാ സാർ ഒരു മിന്നായം പോലെ വന്നുപോയി. മിന്നായേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളേ. അല്പം തിരക്കിലാണ്. തിരക്കിലല്ലേ? റൈറ്റ് കേട്ടെ, നോ പ്രോബ്ലം. ഓക്കെ. പക്ഷെ ശിവദാസേട്ടന്റെ സാന്നിധ്യം മീന മേഡം ഏറ്റെടുത്തിട്ടുണ്ട്. മീന മേഡം ചെയറിലിരുന്ന് വളരെ റെഡിയായി ക്യാമറ ഓൺ ചെയ്തൊക്കെ വെച്ച് വളരെ സെറ്റ് ആയിരിക്കുന്നുണ്ട്. മീന മാം ഗുഡ് മോർണിംഗ്. നന്നായി. മീന മാം ഇതാണോ, മ്യൂട്ടാണോ? ഗുഡ് മോർണിംഗ് ശ്രീ. ഗുഡ് മോർണിംഗ് സർ. സാർ ഗുഡ് മോർണിംഗ്. അനീഷ് സാർ എന്താണ് പൊന്നാനിയിലെ വിശേഷം? അടിപൊളി സാറേ, ഞാനിപ്പോഴാ അറിയുന്നുള്ളൂ പൊന്നാനിത്തെ വിശേഷം. കുറേ ദിവസമായിട്ട് ഇവിടെ ഉണ്ടായില്ല. ഇല്ലല്ലേ? ഒബിയ മാം ലാപ്പിലാണോ കയറിയുള്ളത്? ആണോ? ഒന്ന് വേറെ ഫോണിൽ നിന്ന് കയറാൻ പറ്റുമോ? ഓക്കെ. നമുക്ക് ലാപ്പിൽ നിന്ന് സ്ലൈഡ് ഷെയർ ചെയ്യാം. ഫോണിൽ നിന്ന് കയറി വയ്ക്കുക, ഡോൺ വറി, നോ പ്രോബ്ലം. ഫോണിൽ നിന്ന് നമുക്ക് ലാപ്പിൽ നിന്ന് ഞാൻ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അഞ്ചാറ് പൊന്നാൻ ഉണ്ടായിരുന്നില്ല. മീന മാഡം, മീന സന്തോഷ് മാം, മാഡം എവിടെയാണ് സ്ഥലം? ഞാൻ വിട്ടുപോയി. ആറ്റിങ്ങല സർ. ആറ്റിങ്ങൽ. ഓ നമ്മളെ രാജേഷ് ചന്ദ്ര സാർ ആ ഒരു റൂട്ടാണോ? കൊല്ലം. കൊല്ലം. ഓ അടിപൊളി. ഓക്കെ റൈറ്റ്. ഒബിയ മാം ഓക്കെ ആണോ? എക്കോ ഉണ്ട്. ആ ലാപ്പിന്റെ സൗണ്ട് ഒന്ന് മ്യൂട്ട് ആക്കിക്കോളൂ. ലാപ്പ് ഡിസ്കണക്ട് ചെയ്തിരിക്കണോ? ഡിസ്കണക്ട് ആണോ? ലാപ്പിന്ന് സ്ലൈഡ് ഷെയർ ചെയ്യണോ? സ്ലൈഡ് ഷെയർ ചെയ്യണം. ഇപ്പൊ കയറിയത് മൊബൈലല്ലേ? മൊബൈലില്. ലാപ്പിന്റെ ഐഡിയ ഏതാ? പേരെന്ന് പറഞ്ഞേ. ലാപ്പിൽ വേറെ എനിക്ക് കാണുന്നില്ല. ഒബിയ ജോളി തന്നെയാണ്. ഒബിയ ജോളിന്ന് ഈ പേരിൽ ഞാൻ കണ്ടു. മറ്റൊരു പേര് രണ്ടും വേറെ കാണുന്നില്ലല്ലോ. ഇല്ല, വേറെ കണ്ടില്ലല്ലോ അല്ലേ? ശ്രീജു സാറേ താഴത്തുണ്ട് കേട്ടോ. വേറെ ലാപ്പിലെ ഒബിയ ജോളിയിൽ തന്നെ കിട്ടി. ഓക്കെ റൈറ്റ്. കണ്ടു. താഴെ ഉണ്ടല്ലേ? ഞാനത് അതിൽ പടമില്ലാത്ത കാരണേ കാണാൻ പറ്റിയില്ല. ഓക്കെ മാം, ഞാൻ ഹോസ്റ്റ് ആക്കുന്നുണ്ട്. ഷെയർ ചെയ്യാമല്ലോ. ലാപ്പില് ലാപ്പ് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് ഇപ്പൊ തന്നെ ഷെയർ ചെയ്തോളൂ ലാപ്പില്.
ഓ അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ ഓക്കെ സെറ്റ്. ഓക്കെ സാറേ അല്ലേ? ഹമ്മിങ് കഴിയുന്ന ബാക്കിയുള്ളവരുടെ ഇടവേളയിൽ വന്നോട്ട് കുഴപ്പമില്ല. ഞാനേ ടൈം ലാഗ് ആവണ്ടെന്ന് കരുതിയിട്ടേ. സാർ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ക്യാച്ച് ചെയ്തൂലേ? ഉപയോഗം ഓക്കെ ആണോ? ഓക്കെ ആണോ പറഞ്ഞോളൂ, നോ പ്രോബ്ലം. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ വെരി ഗുഡ്. ഓക്കെ നമുക്ക് ആരംഭിക്കാം. റൈറ്റ്. Good morning to all. The meeting in connection with the 7 a.m. morning drive is hereby called to order. Once again, warm good morning to all. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 22-ാം തീയതി വ്യാഴാഴ്ചയാണ്. നമ്മുടെ ഈ ഒരു മോർണിംഗ് ഡ്രൈവിന്റെ 266-ാമത്തെ ദിവസമാണ്. ഇന്ന് 266-ാമത്തെ ദിവസത്തിലെ നമ്മളെ പ്രിയപ്പെട്ട ട്രെയിനർ എന്നുള്ളത് നമ്മുടെ ഒബിയജോലി മേഡാണ്. മേഡം മൂവാറ്റുപുഴയാണ്. അതിനു മുന്നേ ആയി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്ന ചിത്രമേം, ഡോക്ടർ ഹിഷാം ഹൈദർ, സ്റ്റഡി ട്രെയിനിങ്. അതിലുപരി ഈ ഒരു പ്രോഗ്രാം സസൂക്ഷ്മം കണ്ടും കൊണ്ടും അനുഭവിച്ചും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒബിയ മാം, ഡോൺ വറി, ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ സാധാരണയാണ്. അതൊക്കെ അതുണ്ടാകുമ്പോഴാണോ അതിൻ്റെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുള്ളൂ. നമുക്കൊന്നൊരു 5 മിനിറ്റ് അധികം എടുക്കാം, ഡോൺ വറി. അടുത്തോട്ട് ആദ്യം ചോദിച്ചോട്ടെ മാഡം, ഈ പേരിന്റെ ഒരു അർത്ഥം എന്താണ്? ഒരു ക്യൂരിയോസിറ്റി, എന്നെ പോലെ 1-2 പേര് ചോദിച്ചു പേര് ആരായിരിക്കും, ഒരു വെസ്റ്റേൺ നോർത്ത് ഇന്ത്യൻ ആണോ എന്ന് വരുന്നൊക്കെ ഒരുപാട് ഒരു ആങ്സൈറ്റി ഉള്ള ചോദ്യമായിരുന്നു. ഓക്കെ, പേര് ആക്ച്വലി പേരൻസ് അത് ഇട്ടത് ഒബേ എന്നുള്ളൊരു വാക്കില്ലേ, ഒബീഡിയൻസ്, അനുസരണം, നല്ലൊരു വെർച്യു ആണല്ലോ. ആ ഒരു മീനിങ് വരട്ടെ എന്ന പ്രതീക്ഷയിൽ പേരൻസ് ഇട്ട പേരാണ്. അവർ ക്രിയേറ്റ് ചെയ്തതാണ് ആക്ച്വലി, ഒബേ എന്നുള്ള വാക്കിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഒരു ആഫ്രിക്കൻ നെയിമാണ്. ആഫ്രിക്കയില് ഒരു ബ്ലാക്ക് മാജിക്കിനൊക്കെ ഈ ഒരു പേരൊക്കെ ഉണ്ട്, പക്ഷെ അതുമായിട്ട് കണക്ഷൻ ഒന്നും ഇല്ല. എങ്കിലും പക്ഷെ ഇപ്പം ഒരുപാട് ഇന്ത്യയിലൊന്നും ഈ പേര് അങ്ങനെ കേട്ടിട്ടില്ല, പിന്നെയും ആഫ്രിക്കയിലൊക്കെയാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും അതൊന്നും അറിഞ്ഞിട്ടല്ല പേരൻസ് ഇട്ടത്, അവർ ഈ ഒബേ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തതാണ്. ആണോ? ആഹാ, വെരി വെരി ഗുഡ്. കാരണം ഇന്നലെ മുതൽ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, എന്താണ് ഈ പേര് കൊണ്ട് ഒരു അർത്ഥമാക്കുക എന്നുള്ളത്. ഏതായാലും വളരെ അർത്ഥവത്തായ പേരിനെ അർത്ഥവത്താക്കുന്ന ഒരു പ്രൊഫൈൽ തന്നെ എനിക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് പ്രൊഫൈൽ വായിക്കുന്നില്ല, കാരണം നമുക്ക് സമയം കുറച്ച് അതിക്രമിച്ച കാരണം പ്രൊഫൈൽ വായിക്കണമെങ്കിൽ ആക്ച്വലി ഒരു 10 മിനിറ്റെങ്കിലും വേണം. അത്രത്തോളം ഉണ്ട് നമ്മുടെ മാഡത്തിന്റെ പ്രൊഫൈൽ. ഏതായാലും നമുക്ക് നേരിട്ട് ടോപ്പിക്കിലേക്ക് കിടക്കാം. മാഡം, ദി 7 AM മോർണിംഗ് ഡ്രൈവ് ഫ്ലോർ ഈസ് യുവർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഗുഡ് മോർണിംഗ് എവരിവൺ. ഓക്കെ, അപ്പോ എന്താണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്? മീൻസ് ലവ്. ആക്ച്വലി എന്താണ് ശരിക്കും പ്രണയം? നമ്മളെല്ലാവരും റിലേഷൻഷിപ്പുകളൊക്കെ ഉണ്ടായിട്ടുള്ളവരാണ്, പ്രണയിച്ചിട്ടുള്ളവരാണ്, മാരീഡ് ആയിട്ടുള്ളവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. എല്ലാവരും സ്വാഭാവികം എന്ന രീതിയിൽ ആണ് മാരേജിലേക്കൊക്കെ കടക്കുക, മാരേജിലേക്കൊക്കെ നിലനിൽക്കുക. പക്ഷേ നോബഡി ടീച്ചേഴ്സ് us how to love, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓരോരുത്തരുടെയും പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതൊന്നും നമുക്ക് ആർക്കും ശരിക്കും അറിയില്ല. അപ്പോ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് എന്ന ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ആളുകൾ തമ്മിൽ അറ്റാച്ച്ഡ് ആവുന്നത്. ഓരോ വ്യക്തിക്കും ഒരു രീതിയുണ്ട് അറ്റാച്ച് ചെയ്യുന്നതിന്, മറ്റുള്ള ഒരു ആളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ആവുന്നതിന്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ബിഹേവ് ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോ അത്തരം അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഏറ്റവും ആദ്യം സോൺ 28-ലെ എല്ലാവർക്കും ഇങ്ങനെ ഒരു സീരീസ് കണ്ടക്ട് ചെയ്യുന്ന അത്രയും നാളായിട്ട് 266-ാമത്തെ എപ്പിസോഡ് വരെ സെഷൻ വരെ കൊണ്ടുപോകാനായിട്ട് ചുക്കാൻ പിടിക്കുന്ന എല്ലാവർക്കും എൻ്റെ വക ഒരു വലിയ കൺഗ്രാറ്റുലേഷൻസ്. ചെറിയ കാര്യമല്ല, മാത്രമല്ല ഒരുപാട് പേര് ആ ഗ്രൂപ്പിൽ ഉണ്ടെന്ന് കണ്ടു. ഒരുപാട് പേരിലേക്ക് ഒരുപാട് ഇമ്പാക്ട്, ഈ ഒരു മോർണിംഗ് കോഫിയോട് കൂടി ഒരുപാട് ഇമ്പാക്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. വളരെ സന്തോഷം. ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഷെയർ ചെയ്യുന്നു.
ചാറ്റിൽ നമുക്കൊന്ന് ആക്റ്റീവ് ആകാം സാധിക്കുന്നവരെല്ലാവരും. അതായത് ഇപ്പോ ഞാൻ ലവ് ആക്ച്വലി അല്ലെങ്കിൽ ലവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരാളുടെ മുഖം വരുന്നുണ്ടായിരിക്കും. ചിലർക്കത് സ്പൗസിന്റെ മുഖമായിരിക്കും, ചിലർക്ക് ഇപ്പം എന്തെങ്കിലും ഒരുപക്ഷെ പണ്ടെന്തെങ്കിലും ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സന്തോഷം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു സങ്കടം വരുമ്പോഴോ നമ്മൾ ആദ്യമായിട്ട് ആരുടെ അടുത്ത് ഇരുന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ. അതാണ് നമ്മുടെ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ആ ഒരാളുമായിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരാള് ഉണ്ട്, ഇപ്പൊ ലൈഫിൽ അങ്ങനെ ഒരാൾ ഉണ്ട് എന്നുള്ളവര് ചാറ്റില് ഒരു ലവ്, ഒരു ഹാർട്ട് സൈൻ ഒന്ന് ഇടുവാണെങ്കിൽ സന്തോഷം. ഇപ്പൊ ലൈഫില് ലവിങ് ആയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ പേഴ്സൺ ഒരാളെങ്കിലും ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമുള്ള ഒരാള്, അല്ലെങ്കിൽ ഞാൻ ഒരാളുടെ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ് എന്നൊരു വിശ്വാസമുള്ള ഒരാള് എന്നുള്ളവര് ചാറ്റിൽ ഒരു ഹാർട്ട്, ഒരു ലവ് ഇടാമോ? താങ്ക് യു സോ മച്ച്. ഒരുപാട് ലവ് വരുന്നുണ്ട്, വിച്ച് മീൻസ് ഓൾ ഓഫ് us are in love, all of us are loving. We are lucky to have found love. അത് തന്നെ പറയണം. ഇന്ന് ലോകത്ത് നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോ അങ്ങനെ most of us are lucky here. I'm glad to see that. Yes, thank you. Glad to see a lot of hearts coming up. Okay, so let's continue. തുടക്കത്തിൽ തന്നെ ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓൾമോസ്റ്റ് ഓൾ ഓഫ് us are in love, almost all of us are, a lot of us are married in intimate relationships. അപ്പോ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പങ്കാളിയുമായിട്ട്, നമ്മുടെ പാർട്ട്ണറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാണെങ്കിൽ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരുപാട് വഴക്കുകള്, ഒരുപാട് ഇഷ്യൂസ് ഒക്കെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ എങ്ങനെയാണ് മാരേജിൽ അല്ലെങ്കിൽ ഒരു പ്രണയബന്ധത്തിൽ, ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിൽ ബിഹേവ് ചെയ്യുന്നത് എന്ന് നമുക്ക് നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് നമ്മൾ പാർട്ട്ണറിനെ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് മനസ്സിലാകുവാണെങ്കിൽ. നമ്മുടെ പാർട്ട്ണറിനെ നമ്മൾ പലപ്പോഴും നമുക്ക് വഴക്കുകളൊക്കെ ഉണ്ടാവുന്നതൊക്കെയും എല്ലാം നമ്മുടെ ഒരു അറ്റാച്ച്മെന്റ് നീഡിന്റെ പ്രത്യേകതകൾ കൊണ്ടോ നമ്മുടെ സ്റ്റൈലിന്റെ പ്രത്യേകതകൾ കൊണ്ടോ ഒക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ ഒരു സ്റ്റൈൽ മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് ആ ബന്ധത്തിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ക്ലാരിറ്റിയോട് കൂടി പാർട്ട്ണറോട് ഷെയർ ചെയ്യാനും സാധിക്കും. എന്താണ് നമുക്ക് വേണ്ടത് എന്ന ഒരു വ്യക്തത. ഇനി എങ്ങനെയാണ് നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ് എന്നും നമുക്ക് ഈ ഒരു ആൾക്കാരുമായിട്ടുള്ള, നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നും നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ അറ്റാച്ച്മെന്റ് തുടങ്ങുന്നത് നമ്മുടെ അഡൾട്ട് റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് പറയുന്നത് എങ്കിലും ഇത് തുടങ്ങുന്നത് നമ്മുടെ കുട്ടിക്കാലത്താണ്. അതായത് നമ്മളിപ്പോ പേരന്റിങ്ങിലൊക്കെ ഒരുപാട് സംസാരിക്കുന്ന കാര്യമാണ്. ഞാനും പേരന്റിങ്ങിന് ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ആള് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഒരുപാട് അംഗീകരിച്ച, ലോകമെമ്പാടും പരക്കെ അംഗീകരിച്ച ഒരു കാര്യമാണ് കുട്ടിക്കാലത്ത് കുഞ്ഞായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഭാവിയിലുള്ള നമ്മുടെ മെന്റൽ ഹെൽത്തിന് വളരെ വളരെ ക്രൂഷ്യലാണ് എന്നുള്ളത്. വളരെ പ്രധാനമാണ്. കുട്ടിക്കാലത്തെ ഒരു മറ്റേതൊരു ജീവിയെയും പോലെയുള്ള ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ നർച്ചറിങ് മാത്രമല്ല ഒരു മനുഷ്യ കുഞ്ഞിന് വേണ്ടത്. ഒരുപാട് ഇമോഷണൽ നീഡ്സ് ഉണ്ട്. അത് പലതരത്തിൽ മീറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് ഭാവിയിൽ നല്ല മാനസികാരോഗ്യമുള്ള ഒരു വ്യക്തിയായി, എല്ലാ അർത്ഥത്തിലും ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ എന്ന് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും കുട്ടിക്കാലത്തുള്ള എക്സ്പീരിയൻസുകൾ, അറ്റാച്ച്മെന്റ് എക്സ്പീരിയൻസുകൾ നമ്മുടെ അമ്മയുമായിട്ടോ അല്ലെങ്കിൽ പ്രൈമറി കെയർ ഗിവർ ആരാണോ, നമ്മുടെ പ്രൈമറി കെയർ ഗിവർ ആരാണോ ആ വ്യക്തിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം ആണ് നമ്മുടെ ഭാവിയിലുള്ള ബന്ധങ്ങളുടെ ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ട് നമുക്ക് ഉണ്ടായി വരുന്നത്. ആ ഒരു കോപ്പി വെച്ചാണ് നമ്മൾ ഏറെക്കുറെയും നമ്മുടെ പാർട്ട്ണറിൽ നമ്മൾ തേടുന്നത്. അതാണ് ഒരുപക്ഷെ കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടാതെ പോയ കാര്യങ്ങളാണ് നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് തേടുന്നത് എന്ന് പറഞ്ഞാലും തെറ്റില്ല. അത് മാത്രമല്ല, നമ്മൾ പ്രായമായി, നമ്മൾ കുട്ടിക്കാലം കഴിഞ്ഞു പോയി, നമ്മൾ ടീനേജ് മുതൽ നമുക്ക് പ്രണയബന്ധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ചിലത് വിവാഹത്തിലെത്തും, ചിലത് വിവാഹത്തിലെത്തില്ല. എങ്കിലും പ്രണയബന്ധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ ബന്ധങ്ങളും നമ്മുടെ ഭാവിയിലുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോളാണ് വഹിക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അറ്റാച്ച്മെന്റ് സ്റ്റൈലുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിലേക്കും വരാം. അതായത് കുട്ടിക്കാലത്ത് ഒരുപക്ഷെ വളരെ നല്ല കുട്ടിക്കാലമായിരുന്നുണ്ടെങ്കിലും അഡൾട്ട്ഹുഡിൽ ഒരു
ഒരുപാട് വേദനിച്ച ഒരു ബന്ധം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി അത് കഴിഞ്ഞിട്ടുള്ള ബന്ധങ്ങളെ കാണുന്നതും അവിടെ ബ്ലൂ പ്രിന്റ് മാറുവാണ് ആ വ്യക്തിയുടെ. കാരണം എന്തുമാത്രമാണ് റിലേഷൻഷിപ്പ് നമ്മളെ സ്വാധീനിക്കുക എന്ന് നമുക്ക് പറയാനേ പറ്റില്ലല്ലോ. അതുകൊണ്ട് പ്രായപൂർത്തിയായതിനു ശേഷമുള്ള നമ്മുടെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പുകളും വളരെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നമ്മുടെ പോയട്രിയിലൊക്കെ പറയുന്ന പോലെ ഇറ്റ്സ് നോട്ട് ഓൾവേസ് കളേഴ്സ്. ലവ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഫീലിംഗ്, പക്ഷെ ഇറ്റ് ക്യാൻ ആക്ച്വലി ഇമ്പാക്ട്, ഇറ്റ് ക്യാൻ ഹാവ് ലാസ്റ്റിംഗ് ഇമ്പാക്ട്സ് ഇൻ അവർ അഡൾട്ട് ലൈഫ്. നമ്മുടെ ഇമോഷണൽ ലൈഫിലൊക്കെ ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള വളരെ പവർഫുൾ ആയ ഒരു ഇമോഷൻ തന്നെയാണ് പ്രണയം. സോ എന്തൊക്കെയാണ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ്? ബേസിക്കലി അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് 2 തരത്തിലാണുള്ളത്, സെക്യൂർ ആൻഡ് ഇൻസെക്യൂർ. സെക്യൂർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട്, ഇൻസെക്യൂർ ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട്. സെക്യൂർ അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളിൽ നമുക്ക് തൃപ്തി ഉണ്ടാവും, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. അതിലേക്ക് ഞാൻ വരാം, ഓരോ അറ്റാച്ച്മെന്റ് സ്റ്റൈലിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം. 2 ആങ്ഷ്യസ് ആണ്. ആങ്ഷ്യസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു ആകുലതയാണ്, ഒരു ഉത്കണ്ഠയാണ്. എപ്പോഴും ഉത്കണ്ഠയാണ് റിലേഷൻഷിപ്പിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അടുത്ത അവോയ്ഡന്റ് ആണ്, അല്ലെങ്കിൽ ഡിസ്മിസീവ്. അവോയ്ഡ് ചെയ്യുന്ന തരത്തിലുള്ള സ്വഭാവങ്ങളാണ്. അടുത്തത് ഡിസോർഗനൈസ്ഡ് അല്ലെങ്കിൽ ഫിയർഫുൾ. ഇത് ടൈറ്റിൽസ് മാത്രമാണ്, ജസ്റ്റ് 4 അറ്റാച്ച്മെന്റ് സ്റ്റൈൽസിലേക്കുമുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അടുത്തതായിട്ട് നമ്മൾ ഓരോ അറ്റാച്ച്മെന്റ് സ്റ്റൈലും ഡീറ്റെയിൽ ആയിട്ട് പോകും. അപ്പൊ ഇത് കാണുമ്പോൾ മേ ബി യു ക്യാൻ മേക്ക് എ നോട്ട് ഇൻ യുവർ നോട്ട്ബുക്ക്. ഒരുപക്ഷെ നിങ്ങൾ ഇതിൽ ഏത് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ സെഷന് ശേഷം മനസ്സിലാകുമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ് യു ലോട്ട്. നമ്മുടെ തന്നെ റിലേഷൻഷിപ്പുകളിലെ ബിഹേവിയറുകൾ, നമ്മുടെ തന്നെ റിലേഷൻഷിപ്പിലെ ആവശ്യങ്ങൾ, പാർട്ട്ണറുമായിട്ടുള്ള നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ബെറ്റർ ടൂൾസ് നമുക്ക് നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈലിൽ മനസ്സിലാക്കുന്നതിലൂടെ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അടുത്തതായിട്ട് വരുന്ന അടുത്ത സ്ലൈഡ് മുതൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഏതാണെന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഇത് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി സെക്യൂർ അറ്റാച്ച്മെന്റ്. സെക്യൂർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തികൾ അവർക്ക് കുട്ടിക്കാലത്തെ പ്രത്യേകതകൾ കൊണ്ടാണ്. കുട്ടിക്കാലത്ത് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ നീഡ്സിനെ, എല്ലാ ആവശ്യങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു കെയർ ഗിവർ ഉണ്ടായിരുന്നിരിക്കണം, നല്ല ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെയുള്ളവർക്ക്, അതായത് നമുക്ക് നല്ല ഫുഡ് കിട്ടിയിട്ട് കാര്യമില്ല, നമുക്കൊരു പ്രശ്നമുള്ളപ്പോൾ അല്ലെങ്കിൽ കുഞ്ഞ് കരയുമ്പോൾ ആ കുഞ്ഞിനെ എടുക്കാൻ, അല്ലെങ്കിൽ ആ കുഞ്ഞിന് ഫിസിക്കൽ ക്ലോസ്നെസ് വേണ്ട സമയത്ത് നമ്മളെല്ലാവരും കുഞ്ഞുങ്ങൾ എല്ലാവരും ഒരുപാട് കണക്ഷനിലൂടെയാണ് വളർന്നു വരുന്നത്. ആ ഒരു ക്ലോസ്നെസ് വേണ്ട സമയത്ത് അത് കിട്ടിയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് എന്റെ കെയർ ഗിവർ, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ആശ്രയിക്കുന്ന വ്യക്തി എനിക്ക് ആവശ്യമുള്ളപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നൊരു വിശ്വാസം ഡെവലപ്പ് ചെയ്യുന്നു. ആ ഒരു വിശ്വാസമാണ് സെക്യൂർ ബേസ് ആവുന്നത്. ഭാവിയിലുള്ള അയാളുടെ ബന്ധങ്ങളും അങ്ങനെ തന്നെയായിരിക്കും, അയാളുടെ അല്ലെങ്കിൽ അവളുടെ. അങ്ങനെയുള്ളവര് വളരെ ഇന്റിമസിയിൽ കംഫർട്ടബിൾ ആയിരിക്കും. ഇന്റിമസി ഇൻ ഓൾ മീൻസ് ഇമോഷണൽ, ഫിസിക്കൽ, സെക്ഷുവൽ, എല്ലാ തരത്തിലുമുള്ള ഇന്റിമസിയിലും അവർ കംഫർട്ടബിൾ ആയിരിക്കും. അവരുടെ പാർട്ട്ണറുമായിട്ട് ഇന്റിമേറ്റ് ആവാൻ അവർക്ക് ഇഷ്ടമായിരിക്കും. പ്രോബ്ലം സോൾവിങ്, റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള നല്ല സ്കിൽസ് ഉണ്ടാവും. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കുമെന്നോ മലയാളം സംസാരിക്കുമെന്നോ ഒന്നും അല്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിലൊക്കെ അപ്പുറത്തേക്കാണ്. അത് ഭാഷ മാത്രമാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് ക്ലിയർ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു ടേബിളിൽ എടുത്തു വെച്ച് സോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് സാധ്യമാണ് സെക്യൂർ അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക്. പങ്കാളിയുമായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടോ ആവശ്യമുള്ളപ്പോൾ ക്ലോസ് ആവാനും ആവശ്യമുള്ള സമയത്ത് സ്പേസ് കൊടുക്കാനും അകന്നു നിൽക്കാനും അവർക്ക് ഒരേപോലെ തന്നെ സാധിക്കും. മറ്റുള്ള പാർട്ട്ണറിനെ ട്രസ്റ്റ് ചെയ്യുന്നവരായിരിക്കും, വിശ്വസിക്കുന്നവരായിരിക്കും. എന്ന് വെച്ചാൽ അന്ധമായ ട്രസ്റ്റ് എന്നല്ല. ട്രസ്റ്റ് ലവ് ഒക്കെ ഒരു പരിധി വരെയെങ്കിലും അന്ധം തന്നെയാണ്, അന്ധമായിരിക്കണം ട്രസ്റ്റ്. പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളുകളായിരിക്കും, അല്ലാതെ എപ്പോഴും ഒരു വറിയുള്ള ആളുകളായിരിക്കില്ല. ഇയാള് പോകുമോ, അല്ലെങ്കിൽ ഇയാൾ എന്നെ വഞ്ചിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ടെൻഷനുള്ള ആളായിരിക്കില്ല. പാർട്ട്ണറെ മനസ്സിലാക്കുന്ന, പാർട്ട്ണറോട് കരുണയുള്ള ആളുകളായിരിക്കും കൂടുതലും. ഒരു ബന്ധത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, എല്ലാ ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരുപാട് ഇമോഷണൽ ടർമോയിൽസിലൂടെയാണ് എല്ലാ ബന്ധങ്ങളും കടന്നു പോകുന്ന. പ്രത്യേകിച്ചും ഹണിമൂൺ പീരീഡിന് ശേഷം എല്ലാ ബന്ധങ്ങളും ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ വഴക്കുകൾ ഉണ്ടാവുന്ന സമയത്ത് ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റും. ബന്ധങ്ങളിൽ മാത്രമല്ല, പൊതുവെയും സെക്യൂർലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഇമോഷണൽ റെഗുലേഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹലോ, Carry on, madam.
ഓക്കെ, അങ്ങനെ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പോഴും ഇമോഷണൽ സ്റ്റെബിലിറ്റിയെ കുറിച്ചും ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. സമഗ്രതയിലൂടെ വേണം നമ്മൾ ഇതൊക്കെ കാണാൻ. ഒരുപക്ഷെ കുറെ ബുക്കുകൾ പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യന്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെയോ സ്റ്റെപ്പുകൾ എടുത്തിട്ടോ കാര്യം ഉണ്ടാവില്ല. ഒരുപക്ഷെ ഇഫ് ദേ ഹാവ് എ സെക്യൂർഡ് റിലേഷൻഷിപ്പ് ഇൻ ദിയർ ലൈഫ്, ഓട്ടോമാറ്റിക്കലി അവരുടെ ഇമോഷണൽ ഇന്റലിജൻസ് കൂടുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ അതായിരിക്കും നമ്മുടെ ഒരു കുറവ്. അപ്പൊ സമഗ്രതയിലൂടെ മനുഷ്യബന്ധങ്ങളെ മനസ്സിലാക്കാനും മനുഷ്യരെ മനസ്സിലാക്കാനും സാധിക്കുക എന്നതാണ് പ്രധാനം. അപ്പൊ അതാണ് സെക്യൂർ അറ്റാച്ച്മെന്റ്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷന്റെ സമയത്ത് പോകാം. അടുത്തത് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ആണ്. ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ആയിരിക്കാം ഇത്. ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് എന്ന് പറയും നമ്മൾ പോപ്പുലർ കൾച്ചറിലൊക്കെ ഒരുപാട് ഇത് സ്ത്രീകളുടെ സ്വഭാവം എന്ന തരത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, തമാശക്കെങ്കിലും. പക്ഷെ ഇതൊരു പ്രോബ്ലമാറ്റിക് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ തന്നെയാണ്. സെക്യൂർ അറ്റാച്ച്മെന്റ് കഴിഞ്ഞ് ഇനിയുള്ളതെല്ലാം ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ആണ്. ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ആണ് രണ്ടാമത്തേത്. ആങ്ഷ്യസ് അറ്റാച്ച്മെന്റിൽ എപ്പോഴും നമുക്ക് പാർട്ട്ണറിൽ നിന്ന് ഒരു റിയഷൻസ് വേണ്ടി വരും. അതായത് എപ്പോഴും വി വോണ്ട് ടു ഹിയർ ദാറ്റ് ലവേഴ്സ്, അവര് നമ്മുടെ കൂടെ ഉണ്ടെന്നും എന്നത് എപ്പോഴും കേട്ടോണ്ടിരിക്കണം. എപ്പോഴും വെർബൽ ആയിട്ടുള്ള റിയഷറൻസ് കിട്ടണം, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള റിയഷറൻസ് കിട്ടണം. എപ്പോഴും നമ്മുടെ പാർട്ട്ണർ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോവാണോ, നമ്മളെ വേണ്ടാന്ന് വെക്കുവാണോ, നമ്മളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആളെ കിട്ടുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മാരേജിന്റെ കാര്യമല്ല പറയുന്നത്. മാരേജ് അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ സെക്യൂർഡ് ആണ്. അതായത് പെട്ടെന്ന് അങ്ങനെ പോകുന്ന നമുക്കൊരു പേടി വരാൻ സാധ്യതയില്ല. മാരേജിലെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് വേറെ രീതിയിലാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് ഫിസിക്കൽ ക്ലോസ്നെസ് ഒക്കെ ആവശ്യപ്പെടും ആങ്ഷ്യസ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാര്. കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഒരു ഒത്തിരി ജെൽഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ആങ്ഷ്യസ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളവര്. പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് എപ്പോഴും ഒരു വാലിഡേഷൻ വേണം, എപ്പോഴും ഒരു അപ്രൂവൽ വേണം. എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമെന്നുള്ള പേടി ഉണ്ടാവും. ട്രസ്റ്റിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും അവര്. പാർട്ട്ണറുടെ മൂഡ് മാറുന്നതിനനുസരിച്ച് അവരുടെയും മൂഡ് മാറും. പാർട്ട്ണറുടെ മൂഡ് മാറുമ്പോൾ അവർ വിചാരിക്കും ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടാണ്, നമ്മൾ വിചാരിക്കും ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എന്നോട് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. ദാറ്റ്സ് ആർ പ്രൈമറി തിങ്. നമ്മൾ ആദ്യം വിചാരിക്കുന്ന പോകുന്ന കാര്യം എന്നോട് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ്, എന്നോട് അകലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. സെൽഫ് ഇമേജ് വളരെ കുറവായിരിക്കും. അവർ വളരെ പെട്ടെന്ന് കോൺഫിഡൻസിന് ഇഷ്യൂസ് ഉള്ളവരായിരിക്കും. സ്വന്തം അപ്പിയറൻസിനെ കുറിച്ചും ഒക്കെ ഇഷ്യൂസ് ഉള്ളവരായിരിക്കും. എപ്പോഴും ഇന്റിമസി വേണം അവർക്ക്. ദേ വാണ്ട് ടു ബി ക്ലോസ്, ഫിസിക്കലി ക്ലോസ്, വളരെ ഫിസിക്കലി ഇന്റിമേറ്റ് ആയിരിക്കണം. അങ്ങനെ എപ്പോഴും ചേർന്നിരിക്കാനുള്ള ഒരു ആഗ്രഹമാണ്. അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഗ്രഹമല്ല, നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു ആഗ്രഹമാണ്. ഇമ്പൾസീവ് ആണ്. പെട്ടെന്ന് റിയാക്ഷൻസ് വരും. മൂഡിയാണ്. പലപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്. എന്താ റിയാക്ഷൻ വരുന്നതെന്ന് പറയാൻ പറ്റില്ല, എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലാത്ത തരത്തിലുള്ള ആൾക്കാരാണ്. ബിക്കോസ് ദേ ആർ ആങ്ഷ്യസ്ലി അറ്റാച്ച്ഡ്. സം ഓഫ് us might be thinking of some people. നമ്മളെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പുകളിലുള്ള ആരെയെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സിംപ്ലി ദേ ആർ ആങ്ഷ്യസ്ലി അറ്റാച്ച്ഡ്. അവരുടെ വേറെ കുഴപ്പം അവർക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, ദേ ആർ സിംപ്ലി ആങ്ഷ്യസ്ലി അറ്റാച്ച്ഡ്. അതിന് ഒരുപാട് റൂട്ട് കോസസ് ഉണ്ട്. വി ക്യാൻ ഓൾവേസ് ഹീൽ ദാറ്റ്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ആങ്ഷ്യസ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളവർ ഒരു പ്രണയത്തിലായിരുന്ന സമയത്ത് പാർട്ട്ണർ എനിക്ക് കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞാല് നമ്മുടെ മറ്റേ ആങ്ഷ്യസ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തി ഉദ്ദേശിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ നമ്മൾ മാറി നിൽക്കുന്നേ, ഞാനിപ്പോ എന്നോട് ടെക്സ്റ്റ് ചെയ്യാത്തതിന് സോറി, ഞാൻ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് തോന്നും ആരാണിപ്പം എന്നോട് സംസാരിക്കാതെ പോയി സംസാരിക്കാൻ, അതിപ്പോ എന്നെക്കാളും പ്രയോറിറ്റി ഇപ്പൊ ആർക്കാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇന്ന് മീറ്റ് ചെയ്യുന്ന എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടതുണ്ട്, എനിക്ക് മറ്റൊരാളെ കാണേണ്ടതുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോ ആരാ എന്നെ കാണാതെ മറ്റൊരാളെ കാണാൻ പോകുന്നത്, വേറൊരു റിലേഷൻഷിപ്പ് തുടങ്ങുവാണോ എന്നൊക്കെയുള്ള വറീസ് ഉള്ള ആൾക്കാരാണ്. എന്ന് വെച്ച് ഞാൻ പറയുന്നത് people do behave in ways that are not truthful. അങ്ങനെയൊക്കെ ആളുകൾ ബിഹേവ് ചെയ്യും കേട്ടോ. കമ്മ്യൂണിക്കേഷൻസ് ഓപ്പൺ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ അനാവശ്യമായ പേടികൾ വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുക, മനഃപൂർവ്വം വഞ്ചിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ആങ്ഷ്യസ്ലി അറ്റാച്ച്ഡ് ആണ് എന്നുള്ള അങ്ങനെ പറയാൻ പറ്റില്ല. അടുത്തത് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ആണ്. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അവർക്ക് ഇമോഷൻസ് കാണിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ആങ്ഷ്യസ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല എളുപ്പമാണ് ഇമോഷൻസ് കാണിക്കാനായിട്ട്. ദേ വിൽ ബി ഹൈലി ഇമോഷണൽ. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ഇമോഷൻസ് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. ഫിസിക്കൽ ക്ലോസ്നെസ് ഒക്കെ ഇച്ചിരി പയ്യാണ്, അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്.
എപ്പോഴും പാർട്ട്ണർ എപ്പോഴും നീ ക്ലിങ്ങിയാണ്, നീ ഭയങ്കര സെൻസിറ്റീവ് ആണ്, നീ ഇങ്ങനെ ഇത് നേരം ഇങ്ങനെ ഭയങ്കര അറ്റാച്ച്മെന്റ് കാണിക്കുന്നു എന്നൊക്കെയുള്ള പരാതികൾ പറയുന്നവരാണ്. ഇമോഷണൽ സപ്പോർട്ടും ഹെൽപ്പും ഒക്കെ സ്വീകരിക്കാനും കൊടുക്കാനും അവർക്ക് മടിയായിരിക്കും. ഒരാൾ ക്ലോസ് ആയി വരുന്നത് അവർക്ക് വളരെ വളരെ ത്രെട്ടാണ്. അവർക്ക് അവോയ്ഡ് ചെയ്യണം, അവോയ്ഡന്റ് ആണ്. അവർക്ക് എപ്പോഴും ഭയങ്കര ഒരു ഇൻഡിപെൻഡൻസിന് വളരെ വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഇൻഡിപെൻഡൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലായ്പ്പോഴും. പക്ഷെ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അതിൽ പാർട്ട്ണർഷിപ്പും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഒരാൾ കൂടുതൽ ഇൻഡിപെൻഡൻസ് ആണ്, എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, ഇപ്പോഴും എനിക്ക് എന്റെ സ്പേസ് വേണം എന്നൊക്കെയുള്ള തരത്തില് അയാൾ ഹൈലി ലൈക്ലി ദാറ്റ് ഹീസ് ആൻ അവോയ്ഡന്റ്, ഹി ഓർ ഷീ ഈസ് ആൻ അവോയ്ഡന്റ്ലി അറ്റാച്ച്ഡ് പേഴ്സൺ. പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ പാർട്ട്ണറിനോട് പങ്കുവയ്ക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല അവർക്ക്. അവരെ അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുക. എത്ര ഇമോഷണൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിലും വളരെ കൂൾ ആയിട്ടിരിക്കുന്നവരായിരിക്കും അവര്. നമ്മൾ വിചാരിക്കും ഹൃദയമൊന്നുമില്ല എന്ന്. അപ്പൊ ഇമാജിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൻ ആങ്ഷ്യസ് പാർട്ട്ണർ ആൻഡ് അൻ അവോയ്ഡന്റ് പാർട്ട്ണർ. ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരാളും അവോയ്ഡന്റ് ആയിട്ടുള്ള ഒരാളും നമ്മളുടെ റിലേഷൻഷിപ്പ് ഓർക്കുക. ഒരു പരിധി ആയി കഴിയുമ്പോൾ ബ്രേക്കപ്പ് ആവും. കാരണം അവോയ്ഡന്റ് ആയിട്ടുള്ള ആളവർക്കും എപ്പോഴും എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്, എന്റെ അടുത്ത് നിന്ന് എപ്പോഴും അറ്റൻഷൻ വേണം, ഞാൻ എപ്പോഴും അഷുറൻസ് കൊടുത്തോണ്ടിരിക്കണം, എന്നെ എപ്പോഴും സംശയമാണ് എന്നൊക്കെയാണ് അവോയ്ഡന്റ് പാർട്ട്ണർ വിചാരിക്കുക. പക്ഷെ ആങ്ഷ്യസ് പാർട്ട്ണർ എന്താ വിചാരിക്കുക? എന്നോട് ഒരു ക്ലോസ്നെസ്സും കാണിക്കുന്നില്ല, എന്നെ എപ്പോഴും തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് ആങ്ഷ്യസ് പാർട്ട്ണർ വിചാരിക്കുക. അപ്പൊ ബോത്ത് ഓഫ് ദം ആക്ച്വലി നീഡ് ലവ്. രണ്ടുപേർക്കും വേണ്ടത് ഒരേ കാര്യം തന്നെയാണ്. പക്ഷെ അവരുടെ ലാംഗ്വേജ് ഡിഫറെന്റ് ആണ്, അവരുടെ ഇന്റേണൽ വൂണ്ട് ഡിഫറെന്റ് ആണ്. ആ വൂണ്ട് ഡിഫറെന്റ് ആയതുകൊണ്ട് അവരുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. അപ്പോൾ ഇതിന് കമ്മ്യൂണിക്കേഷൻ നടത്തി എന്താണ് കോമൺ ഗ്രൗണ്ട്, എന്താണ് നമ്മുടെ ആവശ്യം എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വളരെ ക്രൂഷ്യലാണ്. അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ പറ്റുമല്ലോ. ആ റിലേഷൻഷിപ്പ് നമുക്ക് അൾട്ടിമേറ്റ്ലി ആ വ്യക്തിയെ നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഓൾവേസ് സേവ് ദാറ്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ മനസ്സിലാക്കുക, നമ്മുടെ പാർട്ട്ണറുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാർക്ക് ട്രിഗർ ആവുന്ന ചില കാര്യങ്ങളുണ്ട്. അവർക്ക് ലോങ് ടൈം വേണം, അവർക്ക് ഒരുപാട് സാധാരണയിൽ കവിഞ്ഞ ഒറ്റയ്ക്കിരിക്കേണ്ട സമയം വേണം. ആ സമയത്ത് അവരെ ഡിസ്റെസ്പെക്ട് ചെയ്താൽ, ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് കയറി ചെന്നാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇമോഷൻസ് ഒരുപാട് ഡിസ്പ്ലേ ചെയ്യുന്നത്, എസ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ ആങ്ഷ്യസ്ലി അറ്റാച്ച്ഡ് ഒരുപാട് സ്ത്രീകളെ കുറിച്ചാണ് അങ്ങനെ പറയാറ്. നമ്മൾ ഇമോഷൻസ് ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരാണ് പൊതുവിൽ സ്ത്രീകള്. പക്ഷെ പുരുഷന്മാർക്ക് പെട്ടെന്ന് ഇമോഷണൽ ആവില്ല. പക്ഷെ അശമാര് പയ്യാണ് ഇമോഷണൽ ബ്രെയിനിലേക്ക് വരുള്ളൂ. കാരണം അവരുടെ ഇമോഷണൽ ബ്രെയിനും റാഷണൽ ബ്രെയിനും തമ്മിലുള്ള വിടവ് കുറച്ച് തിക്കാണ്. അപ്പൊ അവർക്ക് ഒരിടത്ത് മറ്റിടത്തേക്ക് വരാൻ ഇച്ചിരി പാടാണ്, വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാനും പാടാണ്. അതുകൊണ്ടാണ് സ്ത്രീകള് ബ്രേക്കപ്പ് വളരെ പെട്ടെന്ന് റിക്കവർ ചെയ്യുന്നത്. പുരുഷന്മാർക്ക് അത് പയ്യാണ് അഫക്ട് ചെയ്യുന്നതെങ്കിലും അത് അവർക്ക് റിക്കവർ ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവർ ഇമോഷൻസ് വരാൻ തുടങ്ങുമ്പോൾ they want to stop it. ഞാൻ സ്ത്രീകളെ പുരുഷന്മാരെ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽസ്. ഓരോരുത്തരും ഓരോ തരത്തിൽ തന്നെയാണ് കേട്ടോ. എങ്കിലും ഒരുപാട് പേരില് ഒരുപാട് ഇമോഷൻസ് പൊതുവിൽ കാണിക്കാറുള്ളത് സ്ത്രീകളായതുകൊണ്ടാണ്. അവരുടെ പാർട്ണർ അവോയ്ഡന്റ് ആണെങ്കിൽ അവർക്ക് ഇത് ഭയങ്കര പ്രശ്നമാണ്. ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വരുന്നത് അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാർട്ണറും ഞാനും, ഇപ്പം ഞാനൊരു അവോയ്ഡന്റ് പേഴ്സൺ ആണെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് ഇത് എന്റെ അറ്റാച്ച്മെന്റിന്റെ പ്രശ്നമാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി അതർ പേഴ്സൺ. ആൻഡ് അത് അവരുടെ പ്രശ്നമല്ല, അത് അവരുടെ അറ്റാച്ച്മെന്റിന്റെ പ്രശ്നമാണ്. സോ സോൾവ് അവർ അറ്റാച്ച്മെന്റ് ഇഷ്യൂസ്, ഹീൽ ഇറ്റ് സോ ദാറ്റ് വി ക്യാൻ ബി ഇൻ ലവ് ബെറ്റർ. അടുത്ത ഡിസോർഗനൈസ്ഡ് ആണ്. പറഞ്ഞതുപോലെ തന്നെ ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മിക്സ്ഡ് ആയിട്ട് വരുന്നവരായിരിക്കും. ചില സമയത്ത് അവർക്ക് ക്ലോസ്നെസ് വേണം, ചില സമയത്ത് അകൽച്ച വേണം. എപ്പോഴാ വേണ്ടതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അവർ വൾണറബിൾ ആയിരിക്കില്ല. അവർക്ക് പാർട്ണറോട് എല്ലാം തുറന്നു പറയാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അവരും ഈ ആങ്സൈറ്റിയും ഫിയറും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നവരായിരിക്കും. അവർക്ക് ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് പ്രത്യേകിച്ചൊരു മൂന്ന് ബോക്സിലാക്കി എടുത്തിടേണ്ട കാര്യമൊന്നുമില്ല. മനുഷ്യരുടെ കാര്യമാണ്. വി ആർ ഹൈലി കോംപ്ലെക്സ് ആൻഡ് ഹൈലി ഡൈനാമിക്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഓരോ ബന്ധങ്ങളും നമ്മളെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലിയർലി ഞാൻ ആങ്ഷ്യസ് ആണെന്നോ ക്ലിയർലി ഞാൻ അവോയ്ഡന്റ് ആണെന്നോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു 90% നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. അത് ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസോർഗനൈസ്ഡ് കൂടുതൽ പുതിയതായിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ ആങ്ഷ്യസിന്റെയും അവോയ്ഡന്റിന്റെയും ഒരു മിക്സ് ആണ് ഡിസോർഗനൈസ്ഡ് എന്ന് പറഞ്ഞാല്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഏറെക്കുറെ എന്താണെന്ന് മനസ്സിലാക്കാനും അത് സോൾവ് ചെയ്യാനും പറ്റും. അപ്പൊ നമ്മുടെ ഒരു പോപ്പുലർ കൾച്ചറിൽ, നമ്മുടെ സോഷ്യൽ മീഡിയ
കാലത്ത് സംസാരിക്കുന്ന ചില വാക്കുകളാണ് ഞാൻ ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ക്ലിങ്ങി, ഒരാൾ ചില വളരെ ക്ലിങ്ങി ആണെന്ന് പറയും, അതായത് ഇങ്ങനെ എപ്പോഴും ക്ലോസ് ആയിട്ടിരിക്കണം. അപ്പൊ അങ്ങനെയുള്ളവർ പറയാറുള്ള വാക്കുകളാണ് ഐ ഡോണ്ട് ഡിസേർവ് യു, എനിക്ക് നീ എപ്പോഴും ഒരു വഴക്കിന് ശേഷമാണെങ്കിലും ദേ വാണ്ട് ടു അപ്പോളജൈസ് ഫസ്റ്റ്, കാരണം അവർക്ക് ഈ പാർട്ണർ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയാണ്, അവർക്ക് എപ്പോഴും ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കണം. അടുത്തത് കൂളാണ്, ലവ് യു ലവ് മീ വി റോക്ക്, വളരെ സെക്യൂർ റിലേഷൻഷിപ്പ് ആണ്. ഇപ്പൊ പ്രണയത്തിന്റെ തുടക്കത്തിൽ എല്ലാം സെക്യൂർ ആകട്ടോ, പ്രണയത്തിന്റെ തുടക്കത്തിൽ എല്ലാവർക്കും സെക്യൂർ ആണ്, എവറിത്തിങ് ഈസ് ഗുഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, കാരണം ഓവർ ഫ്ലോ ഓഫ് അഫെക്ഷൻ ആണല്ലോ മ്യൂച്വലി, അതുകൊണ്ട് എല്ലാം സെക്യൂർ ആണ്. റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് വരുമ്പോഴാണ് നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് തല പൊക്കുന്നത്. അപ്പോ തുടക്കത്തിൽ നമ്മൾ സെക്യൂർ ആയിരുന്നു, പണ്ടെല്ലാം ഓക്കെ ആയിരുന്നു, ഇപ്പോഴാണ് സ്വഭാവം മാറിയെന്ന് പറയേണ്ട കാര്യമില്ല. എല്ലാ പ്രണയത്തിന്റെയും തുടക്കത്തിൽ കളേഴ്സ് മാത്രമേ ഉള്ളൂ. അടുത്ത സ്റ്റോക്കർ ആണ്, ആങ്ഷ്യസ് ആണ് സ്റ്റോക്കർ. അവർക്ക് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്നുണ്ടോ, വേറെ ആരെങ്കിലും ലോസ് ആവുന്നുണ്ടോ, അതൊന്നും നോക്കിയില്ലെങ്കിലും സംശയങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഒരു ജലസിയുടെ ആൾക്കാരാണ്. അവർക്ക് മറ്റുള്ള അസൂയ തോന്നിപ്പിക്കാൻ ഇവര് ശ്രമിക്കും. ഇപ്പം ഓക്കെ, അവര് ലവ് ചോദിക്കുന്നത് അകൽച്ച കാണിച്ചിട്ടാണ്. വെൻ ഐ വോക്ക് അവേ യു നീഡ് ടു കോൾ മീ ബാക്ക്, ആ ഒരു തരത്തിലാണ് ആങ്ഷ്യസ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ സ്റ്റോക്കേഴ്സ് ചെയ്യുന്നത്. അടുത്തത് ലോണർ ആണ്, ദേ വോണ്ട് ടു ബി അലോൺ, ദേ വോണ്ട് ടു ബി ഇൻഡിപെൻഡന്റ്, എനിക്ക് ആരുടെ ആവശ്യമില്ല. ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നത് സിഗ്മ എന്നൊക്കെയാണ്, പാർട്ണർ വേണ്ട, അല്ലെങ്കിൽ ബോയ്സ് പറയുന്നത് ഗേൾ ഫ്രണ്ട് വേണ്ട, അങ്ങനെയുള്ള ആൾക്കാരാണ്. ഒരുപാട് ആൾക്കാർ ഈ ഒരു അവോയ്ഡന്റിലേക്ക് പോകുന്നുണ്ട്, കാരണം ദേ ആർ നോട്ട് ബ്രേവ് എനഫ് ടു ലവ്, ഇറ്റ് ടേക്സ് കറേജ് ടു ലവ്. അതായത് എനിക്ക് ഹേർട്ട് ചെയ്യാൻ പേടിയുള്ളത് കൊണ്ട്, പണ്ട് ഹേർട്ട് ആയിട്ടുള്ളത് കൊണ്ട് ഇനി ഞാൻ ആരുമായിട്ടും റിലേഷൻഷിപ്പ് ഉണ്ടാക്കില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്, അവരും അവോയ്ഡന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോ കുട്ടിക്കാലത്ത് വളരെ സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നുവെങ്കിലും ഭാവിയിൽ നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് വെക്കുക, ആ റിലേഷൻഷിപ്പ് വളരെ മോശമായിട്ട് അവസാനിച്ചു എന്ന് വെക്കുക, ഒരുപക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അയാൾ നമ്മളെ അബാൻഡൻ ചെയ്ത് പോയി എന്ന് വെക്കുക, യു വിൽ ഡെവലപ്പ് ആൻ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ്. ആ റിലേഷൻഷിപ്പ് നമ്മളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പോൾ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവസാനമായിട്ട് പറയാനുള്ളത്, ഇത് കല്ലിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, മനുഷ്യന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ്, നമ്മുടെ തലച്ചോറിലുള്ള ഒരു എന്താണ് ഒരു രീതിയാണ്, ഒരു ബ്ലൂ പ്രിന്റ്. നമ്മൾക്ക് ബയോളജിക്കലി മനുഷ്യർക്ക് കണക്ഷൻ വേണം, നമുക്ക് ബന്ധങ്ങൾ വേണം, ബന്ധങ്ങളിലാണ് നമ്മൾ വളരുന്നത്, ത്രൈവ് ചെയ്യുന്നത്. വി ആർ വയർഡ് ടു കണക്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം വി ആർ ഓൾസോ വയർഡ് ടു ഹീൽ ചെയ്യപ്പെടാനും നമ്മൾക്കുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ബ്രെയിൻ, ഈ അടുത്ത കാലത്ത് സയൻസിലുള്ള വലിയൊരു ഡിസ്കവറിയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി ബ്രെയിനിന് പ്ലാസ്റ്റിക്കിന്റെ സ്വഭാവത്തിനോടുള്ള സാമ്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഏത് ഷേപ്പിലേക്ക് മാറാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്വഭാവം, വിച്ച് മീൻസ് നമ്മുടെ നമ്മുടെ നെർവസ് സിസ്റ്റം ക്യാൻ ബി ഹീൽഡ്. നമ്മുടെ നെർവസ് സിസ്റ്റം ഹീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കുണ്ടാവുന്ന റിയാക്ഷൻസ് നമുക്ക് ഓൾറെഡി ഉള്ള മെമ്മറി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓൾറെഡി എനിക്കൊരു മോശം റിലേഷൻഷിപ്പ്, എന്നെ അവോയ്ഡ് ചെയ്ത, എന്നെ വഞ്ചിച്ച ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ചു പോയൊരു ഒരാളുണ്ടായിരുന്നു. അതുകൊണ്ട് സിമിലർ ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ ഇപ്പോഴുള്ള സെക്യൂർ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമ്പോഴും ഞാൻ ട്രിഗേർഡ് ആവുന്നു, ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു, ഞാൻ വഴക്കുണ്ടാക്കുന്നു, അങ്ങനെ വരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ വർക്ക് ഓൺ ഹീലിംഗ് ഇറ്റ് ആൻഡ് വി ക്യാൻ ഡെഫിനറ്റ്ലി ഹീൽ ഇറ്റ്. അപ്പോൾ സെക്യൂർ അറ്റാച്ച്മെന്റ് എല്ലാവർക്കും പോസിബിൾ ആണ്. നമ്മൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ പാർട്ണർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് മുൻപ് എന്താണ് രണ്ടുപേരുടെയും അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ ഒരുപാട് ഹീലിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല ബന്ധങ്ങൾ നിൽക്കുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, റിലേഷൻഷിപ്സ് ആർ കോംപ്ലിക്കേറ്റഡ്, പീപ്പിൾ ആർ കോംപ്ലിക്കേറ്റഡ്, വി ആർ കോംപ്ലക്സ്. എല്ലാവരുടെയും ഒരുപാട് കാര്യങ്ങൾ, ചില സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ ഇതിലേക്ക് മാറ്ററാണ്. പക്ഷെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒരുപാട് മുന്നോട്ട് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ സെക്യൂർ അറ്റാച്ച്മെന്റ് ഇപ്പോഴും പോസിബിൾ ആണ്. പിന്നീട് അത് തന്നെ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബിഹേവിയറിനെയും നമ്മുടെ പാർട്ട്ണറുടെ ബിഹേവിയറിനെയും നമുക്ക് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് അതിനെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് റിലേഷൻഷിപ്പിനെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. അപ്പോൾ അടുത്തതൊരു ഒരു ക്വസ്റ്റനെയർ ആണ്. ഇത് നിങ്ങൾക്ക് സെഷന് ശേഷം എപ്പോഴെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. ഇത് ഒരു ടേക്ക് അവേ വേണമല്ലോ നമ്മുടെ സെഷന് ശേഷം. സോ ഇഫ് യു ഡു ദിസ് ക്വസ്റ്റനെയർ, you can understand
യു ക്യാൻ ഫിഗർ ഔട്ട് യുവർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. എന്താണ് നിങ്ങളുടെ സ്റ്റൈൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഒരു ക്വിസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. ഒരുപാട് ക്വിസസ് ഓൺലൈൻ ആണെങ്കിലും അവൈലബിൾ ആണ്. പക്ഷെ ഐ വിൽ ഷെയർ ദിസ് ലിങ്ക്. അപ്പോൾ ഇത് യു ക്യാൻ ഡു ദിസ്. അപ്പോൾ എപ്പോഴും ഫൈനൽ വേർഡ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നമ്മൾക്ക് ഒരു റിലേഷൻഷിപ്സ് ആർ ഹാർഡ് വർക്ക്. റിലേഷൻഷിപ്പിൽ ഒരുപാട് ഹാർഡ് വർക്കിന്റെ ആവശ്യമുണ്ട്. എപ്പോഴാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്? ഇഫ് യു വാല്യൂ ദാറ്റ് പേഴ്സൺ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആള്, നമ്മുടെ കൂടെയുള്ള ആളെ നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, മാരേജ് ആണെങ്കിൽ ആ മാരേജിനെ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയെ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, വി വിൽ ഡു ഓൾ തിങ്സ് പോസിബിൾ ടു സസ്റ്റെയിൻ ദാറ്റ് റിലേഷൻഷിപ്പ്. സസ്റ്റെയിൻ വെറുതെ അങ്ങ് ജീവിച്ചു പോവാന്നുള്ളതല്ല, അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിച്ചു പോകാനുള്ള എല്ലാ എഫേർട്ടും നമ്മൾ എടുക്കും. വിച്ച് സംടൈംസ് മീൻ വർക്കിംഗ് ഓൺ അവർ സെൽസ്. ചിലപ്പോൾ അത് നമ്മളിൽ തന്നെ വർക്ക് ചെയ്യാം, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള വർക്കായിരിക്കും, നമ്മുടെ അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഹീൽ ചെയ്യാനുള്ള വർക്കായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു വിഷ് എല്ലാവർക്കും, ഈ ഒരു സെഷന്റെ അവസാനം ഇത് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഉള്ള ഒരു വിഷ് എന്ന് പറയുന്നത്, വളരെ പ്രഷ്യസ് ആയ ഒരു റിലേഷൻഷിപ്പ് എല്ലാവർക്കും ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഉള്ള റിലേഷൻഷിപ്പ് പ്രഷ്യസ് ആവണമെന്ന് നിങ്ങൾ കണ്ടെത്തട്ടെ. സോ ദാറ്റ് യു വർക്ക് ഓൺ യുവർ സെൽസ്. അതായത് ഈ റിലേഷൻഷിപ്പിനെ ബെറ്റർ ആക്കാനുള്ള ഈ പറയുന്ന സയന്റിഫിക് നോളജ് എല്ലാം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന കഴിയുന്നത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ റിലേഷൻഷിപ്പ് വെറുതെ കടന്നു പോകുന്ന റിലേഷൻഷിപ്പ് അല്ലാതെ, എല്ലാവരും ജീവിക്കുന്ന പോലെ വെറുതെ ജീവിച്ചു പോവുകയല്ലാതെ, ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്ലറിഷിംഗ് ആയിട്ട് ജീവിച്ചു പോകാനുള്ള ഒരു സാധ്യത എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു. താങ്ക് യു ഒബിയ മാം. Thank you. വണ്ടർഫുൾ സെഷൻ. ഒരുപാട് ഇൻഫർമേഷൻ ആയിരുന്നു. ഓരോ സ്ലൈഡുകളിലും ഓരോ വാക്കുകളിലും ഓരോ വരികളിലും അത് മാഡം വളരെ കൃത്യമായി തന്നെ കൺവേ ചെയ്യാൻ സാധിച്ചു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അബ്ദുൾ മജീദ് സാർ ആലത്തൂർ നിന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്തത്. ആ ഒരു മാഡത്തിന്റെ ആ ഒരു സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ്, വെരി ഗുഡ് സെഷൻ, വണ്ടർഫുൾ, താങ്ക് യു മാഡം എന്ന് പറഞ്ഞിട്ടുണ്ട്. മീന സന്തോഷ് മാം തൊട്ടും താഴെയായിട്ട് താങ്ക് യു മാം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കിന്ന് മലബാറിലേക്ക് എത്തിയ മൂവാറ്റുപുഴയിൽ നിന്നുള്ള അതിഥി തന്നെയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ മനോഹരമായ സെഷൻ തന്നെയായിരുന്നു. ഓപ്പൺ ഫോർ മാൻ ഫീഡ്ബാക്ക് പ്ലീസ്. Thank you so much for the feedback. Yes. Good morning, ma'am. Good morning. ശ്രീജന ബാലശ്ശേരി. അതിന്റെ പേര് തന്നെ വ്യത്യസ്ത. ശരി, നമ്മൾ വോയിസ് കട്ടായി. Voice clear ആണ്. ഒരു മിനിറ്റ്. ഓക്കെ. ഇപ്പൊ ക്ലിയർ ആണോ? ഓ, പേരിൽ നിന്ന് കേട്ടു, ബാക്കിയുണ്ട് പോരട്ടെ. ബാക്കി ആ പേര് കൊണ്ട് തന്നെ വ്യത്യസ്തമായി വന്നിട്ടാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. അപ്പൊ അതിന്റെ മീനിങ്ങും കൂടി കേട്ടപ്പോ ശരിക്കും എന്താ പറയാ, ആ ഒരു വ്യക്തിത്വത്തിനും കൂടി നേരിട്ട് കണ്ടപ്പോ വളരെ സന്തോഷം തോന്നി. ഓൺലൈനിൽ കൂടെ ആണെങ്കിലും മാം ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാല് നമ്മളെ ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് മുതൽ നമ്മളെ ഈ ഒരു കാലഘട്ടം വരെ നമ്മൾ ഏതൊക്കെ എന്താ പറയാ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഏതൊക്കെ മൈൻഡിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് എങ്ങനെയാ വന്നത് എന്നുള്ളത് ശരിക്കും, കാരണം കുട്ടിക്കാലത്ത് ഉണ്ടാവുന്ന അനുഭവങ്ങൾ നമ്മളെ ക്യാരക്ടർ ഡിസൈൻ ചെയ്യുന്നുള്ളത് വളരെ സത്യമായ ഒരു അവസ്ഥ തന്നെയാണ്. അപ്പൊ അതൊരു 4 സെഷനാക്കി എടുത്തത് വളരെ സൂപ്പർ ആയിട്ടുണ്ട്. ശരിക്കും എന്താ പറയാ, ഇതൊന്നും നമുക്ക് ശരിക്കും എന്താ പറയാ ഇമാജിൻ ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് മാം അവതരിപ്പിച്ചത്. കാരണം നമ്മൾ ഓരോരുത്തരും ഏതാണ് ലെവല് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. എനിവേ താങ്ക് യു. ഇപ്പൊ ശ്രീ സാർ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് എനിക്കറിയാം, കാരണം സാർക്ക് കുറെ അനുഭവങ്ങളുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു വെരി മച്ച്. വണ്ടർഫുൾ സെഷൻ. Thank you so much. താങ്ക് യു ശ്രീജന മാം. താങ്ക് യു. യെസ്, ഹു ഈസ് നെക്സ്റ്റ്? ഒബിയ മാഡം വളരെ നന്നായിരുന്നു. ക്ലാസ്സുകള് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എനിക്ക് ശരിക്കും ഭയങ്കര ഫീൽ ചെയ്തു. Thank you, ma'am. താങ്ക് യു വെരി മച്ച്. ചാന്തി മാം, അങ്ങനെ ഫീൽ ചെയ്ത് പോയി എന്ന് പറഞ്ഞാ പറയാം, എന്ത് ഫീലാ ചെയ്തതെന്ന് പറഞ്ഞേ. ഞാൻ എന്റെ കുട്ടിക്കാലമായിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ? പിന്നെ എന്റെ അനുഭവങ്ങള്, ഞാൻ ഈ കാര്യം മാഡം പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ഞാനിത് പറയാറുണ്ട്. എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാനിത് കണക്ട് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഞാനത് ഒബ്സർവ് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ ചെറുപ്പകാലത്ത് വന്ന ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ കണക്ട് ചെയ്യലുണ്ട്. അപ്പൊ എനിക്ക് ഇതും കൂടി കേട്ടപ്പം ഞാൻ ഉറപ്പിച്ചു കറക്റ്റ് ആണ്. ഓക്കെ. തീർച്ചയായിട്ടും ഒബി മാഡം ഇത് തന്നെയാണ് ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ തന്റെ മുന്നിലേക്കുള്ള അനുവാചകരിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിപ്പിക്കുക എന്നുള്ളത്.
തീർച്ചയായിട്ടും അതെ. മാഡം ആ ഒരു ഉദ്യമത്തിൽ വിജയിച്ചിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശാന്തി മാഡത്തിന്റെ വാക്കുകളെന്നും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മാഡം ആ സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യോ? ഞാൻ ഇടയ്ക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. Oh, സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യോ? ഓക്കെ, sure, റൈറ്റ്. ഹൂ ഇസ് നെക്സ്റ്റ്? യെസ്, വരട്ടെ. നമുക്ക് ഇന്ന് സമയം പെട്ടെന്ന് അവസാനിപ്പിക്കാം. അടുത്താരാ? എന്റെ ഷിൻ പേര് സാറേ വിജയ. കണ്ട്. യെസ്, വരട്ടെ. എനിക്കും അനിൽ സാർ. നന്നായി സാറേ Secrets protect the other person's privacy. ശ്രീജന മാഡത്തെ ഞാൻ പിടിച്ച് നിർത്തിയിട്ടുണ്ട്, മ്യൂട്ടാക്കിയിട്ടുണ്ട്. Yes, അടുത്തത് 3. ആ എനിക്കും നന്നായിട്ട് ഫീൽ ചെയ്തു. കാര്യം എന്ന് വെച്ചാൽ എന്റെ കുട്ടികള് ഞാൻ എന്റെ ചെറുപ്പകാലത്ത് എന്നെ കുറച്ചു നാൾ മാറി നിൽക്കേണ്ടി വന്നു. അപ്പൊ എനിക്കിത് അവരുടെ ചില ഇത് കാണുമ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട്. കേട്ടപ്പം മാഡം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി എന്തൊക്കെയായിരിക്കും ഇതിൽ വന്ന ഇതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ മാറി. എന്നിരുന്നാലും എനിക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. താങ്ക് യു മാഡം. താങ്ക് യു ജയലക്ഷ്മി മാഡം. താങ്ക് യു വെരി മച്ച്. ഷിനി സാർ എന്തോ പറയാൻ കൊണ്ടുവന്നു? സാറേ പറയാനുണ്ടെങ്കിൽ ഒരു ക്ലാസ് 1 മണിക്കൂർ പോരാ, അത്രയ്ക്ക് നമ്മൾ പുറകോട്ട് പോയിട്ടാണ്. യെസ് യെസ്, തീർച്ചയായിട്ടും. കാരണം ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലം അതുപോലെ തന്നെ സ്കൂൾ കോളേജ് ലൈഫൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റി എന്നുള്ളതാണ്. എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതാണ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ. ഇനി എന്തായാലും മാഡം നന്നായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. ഇതിനൊക്കെ ഇങ്ങനത്തെ ഫലങ്ങളൊക്കെ ഉണ്ടെന്ന് ആദ്യമായിട്ടാണ് നമ്മൾ അറിയുന്നത്. ഇതിനെ വ്യക്തമായിട്ടൊരു ഡെഫിനേഷൻ തന്നതിന് വളരെ നന്ദി. താങ്ക് യു. മാഡം നന്നായിട്ട് എടുത്തു. താങ്ക് യു. താങ്ക് യു ഷിനി മാം. താങ്ക് യു വെരി മച്ച്. ഒബിയ മാഡം കൺഗ്രാറ്റുലേഷൻ. ഒന്നാമത് നന്നായിട്ട് സൂപ്പർ ആയിട്ട് ക്ലാസ് എടുത്തു. രമ്യ സന്തോഷാണ് പാണ്ടിക്കാടിന്. ഞങ്ങള് ZTWS മൂവാറ്റുപുഴ പോയ സമയത്ത് അവിടെ MC ആയിരുന്നു ഒബിയ മാഡം. ആ സമയത്ത് തന്നെ മാഡത്തിന്റെ ടാലന്റ് നമുക്ക് മനസ്സിലായതാണ്. അപ്പൊ അതൊന്നും കൂടി തെളിയിക്കുന്ന രീതിയിൽ ആസ് എ ട്രെയിനർ എന്ന രീതിയിൽ നന്നായിട്ട് ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോയി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വീണ്ടും കണ്ടതിൽ സന്തോഷം. രമ്യ മാഡം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അവിടെ മൂവാറ്റുപുഴ വെച്ച്? ഓക്കെ, അടിപൊളി. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഒരാളും കൂടി നമുക്ക് സമയപരിമിതി മൂലം അവസരം നൽകാം. ഗുഡ് മോർണിംഗ്. ഭാഗ്യവാൻ ആരാണ്? അനീഷാണോ ഭാഗ്യവാൻ? പറയാൻ. അതെ, ഞാൻ പൊന്നാനി JCയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മാഡം അടിപൊളി സെഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ആ വേരിയേഷൻ കാണിച്ചു തന്നത് ആങ്സൈറ്റി റിലേഷൻഷിപ്പും അതേപോലെ അവോയ്ഡൻ റിലേഷൻഷിപ്പും. പക്ഷെ അതിനൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റുമെന്ന് വളരെ വ്യക്തമായിട്ട് ഇൻഷാല്ലാ മാഡം പറഞ്ഞു. അത് അടിപൊളിയായിരുന്നു. എനിവേ ഇതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പിന്നിലാണ് ഇതൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. വേർതിരിവ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ പറയാ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ബന്ധങ്ങൾ ശിഥിലാവുകയാണ് സാധാരണഗതിയിൽ. അതേസമയം ഒരു നിമിഷം ഇരുന്നാൽ അല്ലെങ്കിൽ ഒരു പക്ഷേ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്താലൊക്കെ ഈ റിലേഷൻഷിപ്പ് യോജിപ്പിക്കാൻ കഴിയും. പല ബന്ധങ്ങളും ശിഥിലാവുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഈഗോ എന്നുള്ള ഒരു 3 അക്ഷരം കയറി വരുന്നത് കൊണ്ടാണ്. അതിനെ മറികടക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റിലേഷൻഷിപ്പും നമുക്ക് വസന്തമാക്കാൻ കഴിയുമെന്നത് ഷുവറാണ്. സത്യത്തിൽ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഇപ്പൊ ഞാൻ മുംബൈയിൽ ഏകദേശം ഒരു 9 വർഷമായിട്ട് ജീവിച്ചിരുന്ന ആളാണ്. ഞാൻ കരുതിയിരുന്നത് ഫാമിലി കെയറിങ് എന്നുള്ളത് മാസം അയക്കുന്ന പൈസയാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ വൈഫിനും കുടുംബത്തിനും ആവശ്യം അവരോട് നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കലും അതേസമയം അവരുടെ ഇഷ്ടങ്ങളെ നമ്മൾ കണ്ടറിയലും അവരെ വിഷമങ്ങളിൽ നിന്ന് അവർ എന്തൊക്കെ ദേഷ്യങ്ങളുണ്ടോ അത് നമ്മൾ ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. എനിവേ ഇപ്പൊ ഞാൻ സന്തോഷവാനായിട്ട് ജീവിക്കുന്നുണ്ട്. എൻ്റെ ഫാമിലി എനിക്ക് കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് നല്ലൊരു തിരിച്ചറിവാണ് സത്യത്തിൽ ഇന്നത്തെ ഒരു സെഷൻ. സൂപ്പർ മാഡം. അനീഷ് സാറിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. അദ്ദേഹം കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പോലും അവിടെ വണ്ടി നിർത്തിക്കൊണ്ടാണ് ആ ഒരു ഇന്നത്തെ സെഷൻ ഫീഡ്ബാക്ക് അറിയിച്ചത്. വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ഇന്നത്തെ സെഷൻ നമ്മൾ പതിവ് പോലെ നമ്മുടെ ഇവിടെ ഇന്നത്തെ സെഷൻ നമ്മുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന തൊട്ട് മുന്നേയായിട്ട് നമുക്ക് നവാസ് സാർ, ഇന്ന് മൂവാറ്റുപുഴയിൽ നിന്നുള്ള നമ്മുടെ വന്നിട്ടുള്ള അതിഥിക്ക് എന്തുകൊണ്ടും ആപ്റ്റ് ആയിട്ടുള്ളത് മലബാറിന്റെ മൊഞ്ചുള്ള നവാസ് സാർ തന്നെയാണ് ഇന്നത്തെ വോട്ടോ താങ്ക്സിന് വേണ്ടിയിട്ട്. ഐ റിക്വസ്റ്റ് JC നവാസ് സാർ ടു പ്രപ്പോസ് വോട്ടോ താങ്ക്സ്. ഒരു മിനിറ്റ് ശ്രീ സാർ,
സാർ ഞാനൊരു മിനിറ്റ് നമ്മള് മാം ഒരു ലിങ്ക് അയച്ചിട്ട് അതൊന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാൻ പറയണേ. മാഡം ലിങ്ക് ഞാൻ അയച്ചു. ഷെയർ ചെയ്തേക്കാം. ഞാനത് ശ്രീജിത്ത് സാറിന് ഷെയർ ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു. ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഞാൻ ഗ്രൂപ്പിലില്ല ഓൾറെഡി. ഓക്കെ ഓക്കെ ഞാൻ ശരി, ചാറ്റ് ഇട്ടിട്ടുണ്ട്. അത് ചെയ്യാം Okay. ചെയ്യാം ശ്രീ മാഡം. യെസ് സാർ. സാർ ഓക്കെ, താങ്ക് യു ചെയർമാൻ ഫോർ ദിസ് വണ്ടർഫുൾ പ്രിവിലേജ്. ആ ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് പിന്നെ ട്രെയിനറുടെ പേര് ശ്രീ കൊണ്ട് തുടങ്ങുന്ന അല്ലെങ്കിൽ പോലും വളരെ അടിപൊളിയായിട്ട് തന്നെ ട്രെയിനറെ പിന്നെ സെഷനൊക്കെ ഹാൻഡിൽ ചെയ്തു. വളരെ ഉഷാറായിരുന്നു മാഡം. ഞാൻ ഒന്നുകൂടി അഭിനന്ദിക്കുകയാണ്. ഈ റിലേഷൻഷിപ്പിന്റെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് അതൊരു പുതിയ വിഷയമായിട്ട് എനിക്ക് തോന്നിയത്. പലതരത്തിലുള്ള റിലേഷൻഷിപ്പിലുള്ള സ്റ്റൈലുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ വിഷയം കേട്ടപ്പോൾ ലവ് ആക്ച്വലി പീക്ക് ഇൻ ടു അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ്. അപ്പോൾ ഓരോ അറ്റാച്ച്മെന്റ് സ്റ്റൈലുകൾ എങ്ങനെ വരുന്നു, നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ അവോയ്ഡന്റ് ആയിട്ടുള്ള ആളുകളായും ആങ്ഷ്യസ് ആയ ആളുകളായും ഇവർ തമ്മിലുള്ള ക്ലാഷുകളൊക്കെ നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ പല ആളുകളും എനിക്ക് തോന്നുന്നു, ഷിനു സാറൊക്കെ ഇരുത്തം കണ്ടിട്ട് എനിക്ക് തോന്നി പലരും അവരവരുടെ പഴയ ലോകത്തേക്ക്, ചിലര് പ്രണയകാലത്തിലേക്ക്, ചിലരവരെ ചെറുപ്പകാലത്തിലേക്ക്, ചില യുവത്വത്തിലേക്ക്, പല കാലങ്ങളിലേക്ക് പലരും സഞ്ചരിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ റിലേഷൻഷിപ്പ് എന്നും പിന്നെ ഒരു നല്ല എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹമുള്ള, അറിയാൻ ആഗ്രഹമുള്ള ഒരു വിഷയമാണ്. അങ്ങനെ നല്ലൊരു വിഷയം സെലക്ട് ചെയ്തതിനും അത് വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചതിനും ഒബിയ മാഡത്തിന്, മാഡത്തിന്റെ പേര് തന്നെ ഒരു വെറൈറ്റി ഉണ്ടെന്ന് ആദ്യം നമ്മളെ ശ്രീജിത്ത് സാറ് സൂചിപ്പിച്ചു. പേരിലുള്ള വെറൈറ്റികളും അതുമായുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നമ്മളെ ചെയർമാനോളം കഴിവുള്ള ഒരാളും എവിടെയും ലഭ്യമല്ല. ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായിരിക്കും എനിക്ക് തോന്നുന്നത്. എനിവേ, ഈ സെഷൻ വളരെ അടിപൊളിയായി. പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി. ക്ലിഞ്ചി, സ്റ്റോക്കർ, അതുപോലെ കൂൾ, ലോണർ, ഇതൊക്കെ പുതിയ പുതിയ ടേമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇൻസെക്യൂർ റിലേഷൻഷിപ്പ്, സെക്യൂർ റിലേഷൻഷിപ്പ്, വെരി ഗുഡ് മാഡം. അപ്പൊ ഈ ഇന്നത്തെ ഇത്ര മനോഹരമായ സെഷനുകൾ ഇവിടെ നമുക്കായി ഈ പിന്നെ സംഘടിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സോൺ പ്രസിഡന്റ് ചിത്ര മാഡത്തിനും, അതുപോലെ ഈ 7 AM പ്രോഗ്രാമിനെ ഇങ്ങനെ വളരെ മനോഹരമായി ഒന്നിൽ നിന്ന് ഒന്ന് ഓരോ ദിവസവും ഒരു നിലയമിട്ട് പോലെ വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് കയറി കൂട്ടുന്ന രൂപത്തില് മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ZD ട്രെയിനിങ് ഇഷാം ഡോക്ടർക്കും, പിന്നെ ഒന്നും പറയേണ്ട ഈ പരിപാടിയെ ഓരോരുത്തരെയും വളരെ മനോഹരമായി ഇതിലേക്ക് പിടിച്ചു നിർത്തുന്ന, അല്ലെങ്കിൽ എല്ലാവരെയും ഇൻട്രസ്റ്റോട് കൂടി മുന്നോട്ട് കൊണ്ട് നമ്മുടെ ചെയർമാൻ, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീജിത്ത് സാറിനും, അതുപോലെ ഇന്നത്തെ വിഷയം വളരെ മനോഹരമായി തന്നെ അവതരിപ്പിച്ച ഒബിയ ജോളി മാഡത്തിനും, ഇന്ന് വീഡിയോ ഒക്കെ ഓണാക്കി ഒരുപാട് ആളെ എങ്ങനെ കാണുന്നുണ്ട് നമ്മളെ. തീർച്ചയായും അത് ശ്രീജിത്ത് സാർ ചൂണ്ടയിട്ട തന്നെയാണ്. ഒരുപാട് ആളെന്ന് കാണുന്നുണ്ട്. പിന്നെ നമ്മളെ മജീദ് സാറ്, അതാ കുറെ ആൾക്കാർ, ശാന്തി മാഡം, ബഷീർ സാറ് മറ്റേ മുഖം കാണില്ലെങ്കിലും, ജംഷീർ സാറ്, ഒരുപാട് ആളാണ്. നമ്മളെ അനീഷ് സാർ സ്വാഭാവികമായിട്ടും വാഹനം ഓടിക്കുമ്പോൾ പോലും വീഡിയോയിലാണ്, മോഹനൻ സാറ് ഒക്കെ. ഇങ്ങനെ വീഡിയോ ഓണാക്കി എല്ലാവർക്കും നന്ദി പറയാണ്. അതോടൊപ്പം വീഡിയോ ഓണാക്കായിട്ടില്ലെങ്കിൽ പോലും ഈ വിഷയത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ഈ വിഷയത്തിന് ഇങ്ങനെ സംവദിച്ചു. അതുപോലെ നമ്മളെ തീർച്ചയായും നമ്മളെ അസീസ് സാറ് ഇന്നും മനോഹരമായ ഒരു കോട്ട് അവിടെ വിട്ടിട്ടുണ്ട്, അതൊക്കെ കണ്ടു. എല്ലാവർക്കും ഈ ഇതിൽ പങ്കെടുത്ത് ഈ സംഗതി മനോഹരമാക്കിയ ഓരോ പാർട്ടിസിപ്പൻസിനും, പാർട്ടിസിപ്പൻസ് ഇല്ലാതെ എന്താഘോഷം, എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓവർ ടു യു ചെയർമാൻ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്കളുടെ ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കട്ടെ. നവാസ് സാർ സൂചിപ്പിച്ച പോലെ എസ് ൽ തുടങ്ങുന്ന ആളുകൾക്ക് വലിയ സംഭവം എന്നായിരുന്നു എനിക്ക് ധാരണ. പക്ഷെ ഞാൻ ഇപ്പം അതിനോടൊന്നുകൂടി കൂട്ടിച്ചേർക്കാൻ നവാസ് ജി, എസും ഓയും തുടങ്ങുന്ന അക്ഷരം തുടങ്ങുന്നവർക്ക് വലിയ സംഭവമായിരിക്കും എന്നുള്ളതാണ്. കാണുന്നവർക്കൊക്കെ ഒരു അസഹിഷ്ണുത, ജംഷാദ് സാർക്കൊക്കെ എന്റെ ജയിലാണല്ലോ, മജീദ് സാർ എമ്മിലാണല്ലോ എന്നുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് മാഡം ആദ്യം സൂചിപ്പിച്ച പോലെ ഒബിയ എന്ന വാക്കിനർത്ഥം ഒബേ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്റെ പേര് നിന്നൂറ് മാറ്റി ഒബേ ശ്രീജിത്ത് എന്നാക്കി. വേണ്ടവരൊക്കെ മാറ്റിക്കോളാം. ഒബേ നവാസ്, ഒബേ ഷിനു, അങ്ങനെ ആ രീതിയിലായിക്കോളാം. എല്ലാവർക്കും നല്ല ഐശ്വര്യപൂർണ്ണമാവട്ടെ. ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ ആസിഫ് സാറ്. യെസ് സാർ. പേരിൽ എസ് വന്നാലും മതി.
ഷിബു സാർക്ക് സമാധാനായി. ഓക്കെ, വെരി ഗുഡ്. ഏതായാലും അസീസ് സാറ് നമ്മുടെ വണ്ടി ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം നിർത്തിയിട്ട് ആണ് നമ്മുടെ ഇന്നത്തെ മൂവാറ്റുപുഴയിൽ നിന്നുള്ള നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് അതിഥിയായി വന്ന ഒബിയ മാഡത്തിന് ഒരു സ്പെഷ്യൽ മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് വായിക്കാതെ പോകുന്നൊട്ടും ശരിയല്ല. പ്രണയത്തിന്റെ പ്രാരംഭത്തിലുള്ള ഇഴയടുപ്പം ഇവിടം വിടും വരെ സൂക്ഷിക്കാൻ മൂവാറ്റുപുഴയിൽ നിന്നുള്ള പ്രണയവഞ്ചി സോൺ 28 കരയ്ക്കടുപ്പിച്ച മാഡത്തിന് സ്നേഹനിർഭയമായ നന്ദി പൂച്ചെണ്ടുകൾ. ജെസി അസീസ് വിളംബരം ഫ്രം കോട്ടക്കൽ. അസീസ് സാറ് പോരെ ഒബി മാഡം? ഇതിനപ്പുറം എന്താ വേണ്ടത്? ഞങ്ങൾക്ക് മലബാറിന് തരാനുള്ള ഏറ്റവും വലിയൊരു സ്നേഹ വിരുന്ന് തന്നെയാണ് ഇത് ഇന്നത്തെ സെഷന്റെ ഫീഡ്ബാക്ക് എന്നുള്ളത്. ഏതായാലും വളരെ മനോഹരമായ ദിവസം നമ്മൾ മുന്നിൽ ഇവിടെ ഇന്ന് തുടങ്ങുകയാണ്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നമ്മുടെ മനോഹരമായ ദിവസം ഒരുപാട് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ള ഒബിയ മാഡത്തിന്റെ വാക്കുകളിൽ നിന്നുള്ള ഒരുപാട് നല്ല ഇൻഫർമേഷൻ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത്. ശിവദാസ് ഏട്ടന്റെ ആ ഒരു കൈകൊണ്ടുള്ള ആ ഒരു തമ്പ് കൊണ്ട് ഞാൻ ഇതിവിടെ പൂർണ്ണമാക്കുകയാണ്. എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി. ദി 7 AM മോർണിംഗ് ഡ്രൈവ് ഓൺലൈൻ പ്രോഗ്രാം ഈസ് ബൈ അർജുൻ. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ഡേ ടു ഓൾ. ബൈ. സീ യു ടുമാറോ. നാളെ നമുക്ക് മറ്റൊരു മനോഹരമായ ഒരു വിഷയമായി വീണ്ടും സംബന്ധിക്കാം. അതുവരെയ്ക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. ബൈ. Thank you, ma'am. Thank you, sir. Thank you, sir. Sir, thank you, ma'am. Thank you.